തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു കാറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് കിട്ടും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഷോറൂം എന്ന് പറയുമ്പോൾ കോട്ടയത്താണ്, സർപ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഷോറൂമിൽ എത്തിയിട്ട് ബാക്കി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോഡ കുഷാക്കാണ്. ബുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ കാറിൻ്റെ ഫീച്ചേഴ്സൊക്കെ ചോദിക്കാം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഷിനു. ഞാൻ സ്കോഡയുടെ സ്റ്റാഫാണ്. അപ്പം ഞങ്ങളൊരു പുതിയ വണ്ടി കൊടുക്കുകയാണ് ലക്ഷ്മി മാഡത്തിന്, ഹസ്ബൻഡ് സുനീഷ്. അപ്പം നമ്മുടെ കുഷാക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള വണ്ടിയാണ്. അതായത് കോമ്പാക്ട് XUV-ൽ ഇന്ത്യയിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒറ്റ വണ്ടിയുണ്ട്, അത് സ്കോഡ കുഷാക്കാണ്. അത് ഇവരെടുക്കുന്നതിൽ ശരിക്കും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിപ്പോൾ അവർക്ക് അഭിമാനിക്കാം, കാരണം ഏറ്റവും സേഫ്റ്റി ഉള്ളൊരു വണ്ടിയിലാണ് അവർ നടക്കുന്നത്. പിന്നെ അതുകൂടാതെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ വരുന്നുണ്ട്. എയർ ബാഗ്സ് വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ എടുക്കുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഓട്ടോമാറ്റിക് നമുക്കൊരു 15 മുകളിൽ മൈലേജ് കിട്ടും. നല്ല പെർഫോമൻസാണ്. 116 BHP ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത. നമ്മുടെ വണ്ടിയുടെ പ്രത്യേകതയെക്കാട്ടും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെങ്കിൽ ഈ വണ്ടിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ താല്പര്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തരാം. ടെസ്റ്റ് ഡ്രൈവ് തരുമ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള. ഫീച്ചേഴ്സിനെക്കാട്ടും കൂടുതൽ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇനി ആ വണ്ടി ഒന്ന് ചെന്ന് കണ്ടു നോക്കാം. നമ്മൾ കാത്തു വരുന്ന വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിലിടാം. നമ്മുടെ എൻ്റെ മാമ എടുക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പം ഇന്നലെ എത്തിയപ്പോഴത്തേക്ക് രാത്രിയൊക്കെ ആയി, അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാനേ. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയിട്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നേക്കും. വണ്ടി ഒന്ന് പൂജിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. വണ്ടി പൂജിച്ചിട്ടുണ്ട്. പൂജിച്ച് കഴിഞ്ഞായിരുന്നു. വണ്ടി വന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഔട്ട്ഡോർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ.